ലോക്സഭയിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പിയുടെ ഫോണിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് വന്നത്. അതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിന് ക്ഷണം ലഭിച്ച 8 എം.പിമാരിൽ ഒരാൾ എൻ.കെ. പ്രേമചന്ദ്രനായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എം.പിമാർക്ക് പ്രധാനമന്ത്രി വിരുന്നൊരുക്കിയത്. എന്നാൽ ഇതിന് പുറകെ എം.പി. പ്രേമചന്ദ്രൻ നേരിടേണ്ടി വന്ന വിമർശനങ്ങളും അധിക്ഷേപങ്ങളും എന്ന് പറയുന്നത് ചെറുതല്ല. വിരുന്നിൽ പങ്കെടുത്തതിനെ LDF കൺവീനർ ഇ.പി. ജയരാജനും എം.പി. ആയിരുന്ന എളമരം കരീമും രൂക്ഷമായാണ് വിമർശിച്ചത്. എന്ത് അന്തർധാരയുടെ ഭാഗമാണ് ഇതെന്ന് ഇ.പി. ജയരാജൻ ചോദ്യമുയർത്തിയപ്പോൾ ഇന്ത്യ സഖ്യത്തോട് കാണിച്ച വഞ്ചനയെന്നായിരുന്നു എളമരം കരീം എം.പിയുടെ വിമർശനം. ഇന്ത്യ മുന്നണിയിലെ മറ്റൊരാളും പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെ കൂടെ കൂട്ടിയതിൽ ചില സംശയമുണ്ടെന്നും പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് എന്നുമാണ് എളമരം കരീം ചോദിച്ചത്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും എളമരം കരീം പാലക്കാട്ട് വെച്ച് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി ഇതിനോട് പ്രതികരിക്കുകയുണ്ടായത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമാണെന്നും എം.പി പറയുകയുണ്ടായി. രാഷ്ട്രീയമായ ഒരു വിഷയവും പ്രധാനമന്ത്രി സംസാരിച്ചില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രതീക്ഷിതമായാണ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത്. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ പിണറായി വിജയനെ മകന്റെ വിവാഹം ക്ഷണിച്ചു. മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം സഭയിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചു. ഇത്തരം ആരോപണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ജനത്തിന് എല്ലാം അറിയാമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് മാരക കുറ്റമായി ചിത്രീകരിക്കാനാണ് CPM-ന്റെ നീക്കമെന്നും തനിക്കെതിരെ ഉന്നയിക്കുന്നത് വില കുറഞ്ഞ ആരോപണമാണെന്നും എം.പി പറയുകയുണ്ടായി. എല്ലാ തിരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. പിണറായിയുടെ ഇഫ്താർ വിരുന്നിൽ RSSകാരും BJPക്കാരും പങ്കെടുത്തിട്ടുണ്ടെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത്. അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നാണത്. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തത്. RSP ആയി തന്നെ തുടരും. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് CPM ശ്രമം, എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. സൗഹൃദ വിരുന്നിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞാൽ വിയോജിച്ചേനെ. അല്ലാതെ സൗഹൃദ വിരുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള രാഷ്ട്രീയ മര്യാദക്കേട് തനിക്കില്ല. പാർലമെന്റിനുള്ളിൽ NDA സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തത് താനാണ്. എളമരം കരീമിന് സംശയമുണ്ടെങ്കിൽ പാർലമെന്റിലെ പ്രസംഗം പരിശോധിച്ചാൽ മതിയെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന് രാജിവെക്കണമെന്ന ആവശ്യം പരിഹാസ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭാഷണത്തിനിടെ തന്റെ ദിനചര്യകളെക്കുറിച്ചും ഓരോ ദിവസത്തെ ഷെഡ്യൂളുകളെക്കുറിച്ചും വിദേശയാത്രകളെക്കുറിച്ചുമൊക്കെയായിരുന്നു മോദി സംസാരിച്ചതെന്ന് എം.പിമാർ പറഞ്ഞു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തന്റെ സന്ദർശനത്തെ എതിർത്തിട്ടു. 2015-ൽ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ കാണാൻ താൻ പാകിസ്ഥാനിൽ പോയ കാര്യമുൾപ്പെടെ പ്രധാനമന്ത്രി തങ്ങളോട് പറഞ്ഞുവെന്നാണ് എം.പിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 1 മണിക്കൂറോളമായിരുന്നു എം.പിമാർ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തത്. പ്രധാനമന്ത്രിയായതിനാൽ എല്ലാവരും അല്പം ഒതുങ്ങിയാണ് സംസാരിച്ചതെന്നും എന്നാൽ അദ്ദേഹം ചിരിയും തമാശയുമായി അന്തരീക്ഷം ലഘൂകരിച്ച് അകൽച്ചയെല്ലാം മാറ്റി ഞങ്ങളിൽ ഒരാളെ പോലെയാണ് സംസാരിച്ചതെന്നും എം.പി. പ്രേമചന്ദ്രൻ പറഞ്ഞു.